ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് സൺഡേ ആണ്. രാവിലെ തന്നെ നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസമാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് സിറ്റ് ഔട്ട്. എൻ്റെ ഇതുവരെയുള്ള വീഡിയോയിലൊക്കെ കൂടുതലും കണ്ടത് അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ നേരെ പോയത് അടുക്കളയിലേക്കാണ്. ഉമ്മ ദോശയും കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കറിയായിട്ട് ഇന്നലെ ഉണ്ടാക്കിയ കോളിഫ്ലവർ കറിയാണ്. അതൊന്ന് ചൂടാക്കി എടുത്തത്. ഇന്നൊരു കല്യാണം ഉണ്ട്. അപ്പോൾ നേരെ സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഫേസിലെ ഹെയർ ഒന്ന് റിമൂവ് ചെയ്യണം. ഞാൻ റിമൂവ് ആക്കാൻ ഫേസ് വാഷാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അലവരെ ഞാൻ കൊണ്ടുവന്നില്ല വന്നപ്പോൾ അതിന് റൈസർ എടുത്ത് ഞാനൊന്ന് ഹെയർ റിമൂവ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് റിമൂവ് ആക്കിയ ശേഷം തന്നെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് പിന്നെ ഫോക്സ്റ്റൈലിൻ്റെ സൺസ്ക്രീനും മോയ്സ്ചറൈസറാണ് യൂസ് ആക്കുന്നത്. നല്ലൊരു മോയ്സ്ചറൈസിങ് സൺസ്ക്രീനാണ്. പിന്നെ സൺസ്ക്രീൻ സണ്ണുള്ള ദിവസം മാത്രമല്ല യൂസ് ആക്കാറ്, എല്ലാ ദിവസവും യൂസ് ആക്കണം. എന്നിട്ട് എല്ലാവരും കൂടി നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച്. ഇന്ന് പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കാനില്ല. ഇന്നൊരു കല്യാണം ഉണ്ട് കസിൻ്റെ വീട്ടിൽ. അപ്പോൾ അതിന് വേണ്ടി പോകണം. ഇന്നലെ മാവേലി പോയി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാണ്ടായിരുന്നു. എന്നിട്ട് നേരെ പോയി റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി മോനൊന്ന് എണീപ്പിച്ച് അവനെ ഒന്ന് പല്ല് തേക്കാനൊക്കെ ഒന്ന് പറഞ്ഞയച്ചു. അപ്പോഴേക്കും അവനക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അനിയത്തി അടിച്ചുവാറലൊക്കെ തുടങ്ങി. സ്കൂളില്ലെങ്കിൽ അന്ന് വീട്ടിലെന്നും ആൻറ്റിയാണ്. അനിയത്തിയും ഒരു സെറ്റ് ആവും, ഏട്ടനും ഒരു സെറ്റാവും, പിന്നെ അനിയത്തിൻ്റെ മോനാവും കുറ്റക്കാരന്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരാതി പറച്ചിലാണ്. അവരെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നേരെ മേലേക്ക് പോയി എൻ്റെ ഡ്രസ്സ് ഒന്ന് ഷേപ്പ് ആക്കാണ്ടായിരുന്നു കല്യാണത്തിനുള്ള. അപ്പോൾ അനിയത്തി അത് റെഡിയാക്കി തരാണ്. എന്നിട്ട് നേരെ പോയി കുളിച്ച് വന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. വേഗം പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് റെഡിയായി വന്നു. അപ്പോഴേക്ക് 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം താഴേന്ന് വിളി വന്നു, ഉമ്മ പറഞ്ഞു ഡെലിവറി ബോയ് വന്നിട്ടുണ്ടെന്ന്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ട്രൈപോഡ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നതാണ്. അപ്പോഴേക്കും ഉമ്മ കുട്ടികളൊക്കെ റെഡിയാക്കി. മോള് ലിപ്സ്റ്റിക്ക് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ട് തന്നത് അൺബോക്സ് ചെയ്ത് നോക്കിയിരുന്നു. എന്നിട്ട് വേഗം ഞങ്ങൾ കാറിൽ കയറി പോകുന്ന വഴിക്കാണ് എൻ്റെ നാത്തൂനെ എടുക്കാൻ. നാത്തൂനെ അവളെ വീട്ടിൽ പോയതായിരുന്നു. അങ്ങനെ അവളെ എടുത്ത് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ പോയി. വെന്നീറുള്ള TKH ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നേരെ 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കസിൻസൊക്കെ ഞങ്ങളെ കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളെ നേരെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി. നല്ല ചിക്കൻ ബിരിയാണിയും കുട്ടൻ മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു കാവ്യം കുടിച്ച് നേരെ മേലേക്കാണ് പോയത്. എന്നിട്ട് നേരെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നേരെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് വെൽക്കം ഡ്രിങ്ക്സും ചായയൊക്കെ കുടിച്ച് പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച്. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിച്ച് രാത്രി ഒന്ന് പുറത്തിറങ്ങാറുണ്ട്. അമ്മോനെ കൊണ്ടുപോയതാണ് ഇവിടെ. ഞങ്ങൾ പോയത് മോംസ് കഫേയിലാണ്, കുളപ്പുറത്തുള്ള. അവിടെ നല്ല ചായക്കടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ എല്ലാവർക്കും നല്ല ബ്രോസ്റ്റ് എല്ലാം ഇഷ്ടമാണ്. 20 രൂപയാണ് ഒരു പീസിന്. അങ്ങനെ അവിടുന്ന് ജ്യൂസും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ പോയത് ഹൈലൈറ്റ് മാളിലാണ്, ചമ്മാടുള്ള. അപ്പോൾ എൻ്റെ ഉമ്മ ഒന്നും അവിടെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മോനെ അവിടെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെയൊക്കെ ഒന്ന് കറങ്ങി. ഞാൻ അവിടുത്തെ മാക്സിലും കയറി നോക്കി മോക്ക് ഡ്രസ്സ് എടുക്കാൻ. അപ്പം എനിക്കൊന്നും ഇഷ്ടമായില്ല. പാർട്ടി വെയർ ആയിട്ടൊന്നും കിട്ടിയില്ല, കല്യാണത്തിനായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇതൊക്കെ തന്നെയാണ്. സൺഡേ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ.